ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജാണ് വണ്ടി. ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ചേർന്ന വണ്ടിയാണ് കേട്ടോ. വണ്ടി നമ്മൾ പോയി എടുത്തു വന്നു. അതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ പിസ്റ്റണൊക്കെ ശരിക്കും ഉരുകി സിലിണ്ടറിൻ്റെ ഉള്ളിൽ പിടിച്ചേക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പിസ്റ്റണിൻ്റെ പിന്നൊക്കെ ആയാലും ക്രാങ്കിൻ്റെ കണക്ടർ ഓടുമ്പോൾ ഫുൾ പിടിച്ചേക്കാം, നല്ല രീതിയിൽ സ്റ്റക്കായേക്കാണ്. അപ്പോൾ ശരിക്കും ക്രാങ്ക് സെറ്റ് ചെയ്തിട്ട് സിലിണ്ടർ ബോർ ചെയ്ത് യൂസ് ചെയ്യാനാണ് നമുക്ക് പറ്റുള്ളൂ. അതല്ലെങ്കിൽ ക്രാങ്ക് മാറ്റി സിലിണ്ടർ മാറ്റി ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും സിലിണ്ടർ മാറ്റിയൊക്കെ വരുമ്പോഴത്തേക്കും സിലിണ്ടറും പിസ്റ്റൺ ക്രാങ്കൊക്കെ മാറ്റി വരുമ്പോൾ നല്ല എമൗണ്ട് വരും. അപ്പോൾ തൽക്കാലം ചിലവ് ചുരുങ്ങിയ രീതിയിൽ ചെയ്യാനുള്ള രീതിയിലാണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമ്മളതിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിലൊക്കെ അലുമിനിയം പിസ്റ്റൺ ഉരുകി പിടിച്ചാണ് ഈ കാണുന്നത് കേട്ടോ. വീഡിയോയിൽ അത്രയും പക്കയായിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ എന്നാൽ പോലും ഏകദേശം ഒരു ഐഡിയ കിട്ടും അതിൻ്റെ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിലിണ്ടർ പിസ്റ്റൺ ലെയ്ത്തിൽ കൊടുത്ത് ബോർ ചെയ്ത് റീസെറ്റ് ചെയ്തെടുക്കുക. ക്രാങ്ക് ഈ കണക്ടറോടൊക്കെ മാറ്റി സൈഡ് ബെയറിങ്ങൊക്കെ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം. ഈ വാൽവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ലെവൽ കുറയുന്ന സമയത്ത് ഓവർ ഹീറ്റിംഗ് ഒരു വാൽവൊക്കെ ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട്, ലീക്ക് ഉണ്ട് ഓൾറെഡി ഇപ്പോൾ തന്നെ. പിന്നെ വാൽവ് ഗൈഡിന് തേമാനം വന്നിട്ടുണ്ട്. വാൽവ് മാറ്റി ഗൈഡൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് ബെയറിംഗ് അടക്കം നമുക്ക് മാറ്റി വേണം വെക്കാനായിട്ട്. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യണ സമയത്ത് അതിൻ്റെ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് റെഡിയാക്കാനായിട്ട്. അപ്പോൾ 100% ഒരു റിപ്ലൈ കിട്ടിയാലാണ് നമ്മളത് ഫുള്ളായിട്ട് അഴിച്ച് നമ്മൾ ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചാൽ ലെയ്ത്തിലേക്കൊക്കെ വിടുമ്പോൾ തന്നെ ഓൾറെഡി അവർക്ക് പൈസ അഡ്വാൻസ് കൊടുത്തിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എമൗണ്ട് അഡ്വാൻസ് അടച്ചാൽ മാത്രമാണ് നമ്മളത് ലെയ്ത്ത് വർക്കിനായാലും വിടുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ വൈകണോ അതനുസരിച്ച് വണ്ടിയും കിട്ടാനായിട്ട് വൈകും. അപ്പോൾ പരമാവധി നേരത്തെ പേയ്മെൻറ്റ് ഡേയ്സൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനത് ബാക്കിയത്തെ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലിയർ ആയിട്ടുള്ളൊരു ഏകദേശം ഒരു കണ്ടീഷൻ സെറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ വർക്കാണ് ചെയ്യണേ എങ്ങനെ ചെയ്യണേ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ സെറ്റിങ്ങിൻ്റെ ടൈമിൽ ഞാൻ ഇട്ടേക്കാം. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ ബെൽറ്റൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബെൽറ്റും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ വർക്ക് കഴിഞ്ഞ് പോയി തൊട്ടടുത്ത് തന്നെ ബെൽറ്റ് പൊട്ടിയിട്ട് വീണ്ടും നമ്മൾ പണിക്കായിട്ടുണ്ടായിട്ട് വരും. അപ്പം നമുക്ക് നിലവിൽ ഈ വരുന്ന ഫയറിങ്ങിൻ്റെ ഭാഗത്തുള്ള മെയിൻ്റനൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനകത്ത് ഈ ബെൽറ്റ് മാത്രമേ നമ്മൾ മാറണുള്ളൂ. ക്ലച്ചിനകത്ത് വേറെ പറയത്ത കംപ്ലയിൻസൊന്നും വന്നിട്ടില്ല. ഗിയർ ബോക്സിൻ്റെ ഭാഗത്തും വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഇപ്പം നിലവിൽ കാണാനില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട ഒരു എസ്റ്റിമേറ്റാണ് നമ്മളിപ്പോൾ പറയണത്. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഓക്കെ.